ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് അരുളി ചെയ്യുന്നു, അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാ അരക്ഷിതാവസ്ഥയും എല്ലാ പ്രതിസന്ധികൾക്കും മുന്നിൽ പതറാതെ ശാന്തമായിരിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിച്ച് ശാന്തമായിരിക്കുക. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് എന്ന് അരുളി ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ശാന്തമായി ദൈവസന്നിധിയിൽ പൂർണ്ണ വിശ്വാസത്തോടെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പൊരുതിക്കൊള്ളും, ഞാൻ എന്തിന് ഭയപ്പെടണം? അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും എൻ്റെ കർത്താവ് എന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന വിശ്വാസത്തോടെ, ആ ധൈര്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവം സകല പ്രതിസന്ധികളിൽ നിന്നും അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. അവിടുന്ന് നിങ്ങളെ ഒറ്റയ്ക്കാക്കി മടങ്ങില്ല. അവിടുന്ന് നിങ്ങളെ കൈക്കൊള്ളും. അതിനാൽ പ്രാർത്ഥനാപൂർവം വിശ്വാസപൂർവം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുക. നിങ്ങൾ ശാന്തത കൈവെടിയാതെ ഇരിക്കുക. ഏത് പ്രതിസന്ധിയിലും കർത്താവ് പ്രവർത്തിക്കും എന്ന് വിശ്വസിക്കുക. അവിടുന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ ഇന്നത്തെ നിയോഗം സമർപ്പിച്ച് അവിടുത്തെ ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 27:7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ. കാരുണ്യപൂർവം എനിക്കുത്തരമരുളണമേ. എൻ്റെ മുഖം തേടുവിൻ എന്ന് അവിടുന്ന് കൽപ്പിച്ചു. കർത്താവേ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുതേ. എൻ്റെ സഹായകനായ ദൈവമേ, അങ്ങയുടെ ദാസനെ കോപത്തോടെ തള്ളിക്കളയരുതേ. എൻ്റെ രക്ഷകനായ ദൈവമേ, എന്നെ തിരസ്കരിക്കരുതേ, എന്നെ കൈവെടിയരുതേ. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. കർത്താവെ, അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ. എനിക്ക് ശത്രുക്കളുള്ളതിനാൽ എന്നെ നിരപ്പായ വഴിയിലൂടെ നയിക്കണമേ. വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കരുതേ. കള്ളസാക്ഷികൾ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നു. അവർ ക്രൂരത നിശ്വസിക്കുന്നു. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിനു വേണ്ടി കാത്തിരിക്കുവിൻ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ അവിടുന്ന് ഒരിക്കലും ലജ്ജിപ്പിക്കുകയില്ല എന്ന് തിരുവചനം ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. കർത്താവേ, കഴിഞ്ഞ രാത്രിയിൽ നല്ലൊരു ഉറക്കം നൽകി ഈ പുതിയ പ്രഭാതം കാണാൻ വിളിച്ചുണർത്തിയ അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത്, അങ്ങയുടെ ദയയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഈശോയെ, ഇന്ന് ഈ പുതിയ ദിവസത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ ആയുസ്സിനെ, ആരോഗ്യത്തെ, ഞങ്ങളുടെ രോഗപീഠകളെ, ഇന്നത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ ഓരോന്നോരോന്നായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളോടോ, ഞങ്ങളുടെ കുടുംബത്തിനെതിരെയോ, ഞങ്ങളുടെ പൂർവികർക്കെതിരെയോ, ഞങ്ങളുടെ തലമുറകൾക്കെതിരെയോ ആരെങ്കിലും എന്തെങ്കിലും തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈശോയെ, അവരുടെ പാപങ്ങൾ ഞാൻ ക്ഷമിക്കുന്നു. നിന്റെ നാമത്തിൽ അവരോട് ഞാൻ പൂർണ്ണമായി ക്ഷമിക്കുന്നു. ദൈവമേ, ഇന്ന് നീ അവരുടെ മധ്യേ ഉണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹവും അത്ഭുതവും ഇന്ന് നീ കാണിച്ചു തരണമേ. പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെ കർത്താവിനെ ആശ്രയിക്കണം എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. കർത്താവെ, എല്ലാം തടസ്സമായിരിക്കുമ്പോൾ, ഒരു ഉയർച്ചയും ഉണ്ടാകാത്തപ്പോൾ എങ്ങനെ കർത്താവിനു വേണ്ടി കാത്തിരിക്കണം എന്ന് ഞങ്ങളുടെ ഉൾബോധ്യങ്ങളിൽ നീ നിറച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പൊരുതി ഞങ്ങൾക്ക് വിജയം നൽകണമേ. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ശാന്തരായിരിക്കുന്നു. നീ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ സമർപ്പിക്കുന്നു.
പരീക്ഷ എഴുതുന്ന മക്കളെ സമർപ്പിക്കുന്നു. കർത്താവെ, ഫുൾ A+ കിട്ടാനായി അങ്ങയുടെ ഇഷ്ടപ്രകാരം നല്ലതുപോലെ പഠിച്ച് എഴുതുന്നതിന് അവർക്ക് കൃപ കൊടുക്കണമേ. പരീക്ഷാ പേപ്പറിൽ അങ്ങ് തന്നെ അവർക്ക് വേണ്ടി കൈപിടിച്ച് അവരെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ നിയോഗങ്ങളെ നീ ഏറ്റെടുത്ത് സഹായിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും അവിടുന്ന് ഇടപെടണമേ. ഞങ്ങൾക്കെതിരെയുള്ള ശത്രുദോഷങ്ങൾക്കെതിരെ അവിടുന്ന് പൊരുതണമേ. ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശത്രുദോഷങ്ങളെയും കർത്താവെ എന്നേക്കുമായി തകർത്ത് കളയണമേ. ഈശോയെ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. നീ ഇടപെടണമേ. നീ ഞങ്ങൾക്ക് വേണ്ടി പൊരുതി. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പൊരുതി ഞങ്ങളെ ജയിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഇഷ്ടപ്രകാരം ഈ ഒരു ദിവസം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അമ്മയോ അപ്പനോ പോലും ഞങ്ങളെ ഉപേക്ഷിച്ച് കടന്നു പോയാലും, ഞങ്ങളെ തള്ളിക്കളഞ്ഞാലും, ഞങ്ങളെ നിന്ദിച്ചവശരാക്കിയാലും, എൻ്റെ ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിങ്ങളിൽ ആശ്രയിക്കുന്നു. കരുണയുണ്ടാകണമേ, അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവായ ദൈവമേ, നിൻ്റെ നാമത്തിൻ്റെ മഹത്വത്താൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവർ ഇന്ന് വരെ ലജ്ജിതരായി കണ്ടിട്ടില്ല, ഇനിയും അത് കാണുകയുമില്ല. കർത്താവെ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് അങ്ങേക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം സകല അനുഗ്രഹങ്ങളാലും ഇന്ന് നിങ്ങളെ നിറയ്ക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവ് ഇടപെട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ നിയോഗങ്ങൾ ഓരോന്നും സാധിച്ചു തന്ന് ഇന്ന് ഒരു വലിയ അത്ഭുതം കാണാൻ അവിടുന്ന് നമ്മുടെ ആന്തരിക നയനങ്ങളെ തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.